നീള ജുബ്ബ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ല എവിടെയെങ്കിലും ഒക്കെ അത് കൈവച്ച് അല്ലെ ഗമയില് സംസാരിക്കൊന്നുമില്ല. ഇങ്ങനെ വിരലോട് ഇങ്ങനെ ചൂണ്ടും, ഇങ്ങനെ ആംഗ്യം കാണിക്കും, എന്തെങ്കിലുമൊക്കെ പറയും. അതൊക്കെ കണ്ട ഉടനെ മെന്റൽ രോഗിയാണെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുക. നെർവസ് സിസ്റ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്, ധമനിക്കോ സിരക്കോ തലച്ചോറിലെ സെറിബെല്ലത്തിനോ അവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അപ്പൊ കൊണ്ടുപോയി ചികിത്സിക്കുക. അല്ലേ? റസൂൽ നോക്കൂ, അള്ളാനെ ഏറ്റവും കൂടുതൽ ഓർത്ത മനുഷ്യനാ. അനാത്തുക്കാക്കുമ്പില്ല, നിങ്ങളിൽ ഏറ്റവും വലിയ മുത്തക്കി ഞാനാണെന്നാ. അതാ ഔലിയാന്റെ ലക്ഷണം. ഞാനാ നിങ്ങളിൽ ഏറ്റവും വലിയ മുത്തക്കി. ആ നബി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഔലിയ പട്ടം കൂടിയിട്ട് പിന്നെ ബുദ്ധി മറിഞ്ഞുപോയിട്ട് നിസ്കാരം ഒഴിവാക്കിയ ഒരു രംഗുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇവർ പറയുന്ന അനുസരിച്ച് ഇത് ഏത് ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സക്കാഫിമാരും ഫൈസിമാരും ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അല്ല, ഇബ്ലീസിയത്ത്, ശൈത്താനിയത്ത്. അവർ ഔലിയാഉ ശൈത്താന്, ഔലിയാഉള്ളയല്ല, ഇസ്ബുള്ളയല്ല, ഇസ്ബു ശൈത്താന്. അത് തിരിച്ചറിയാൻ ദീനിന്റെ പ്രമാണങ്ങളോട് കൂറുപുലർത്തിയാൽ മതി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരു നേരം പോലും നിസ്കാരം ഒഴിവാക്കാത്തവരാണ്. 5 നേരം. അത് ഇവരെന്നെ തുറന്നു പറയുന്നുണ്ട്. ഒരു ഭാഗത്തേന് നേരെതിരെ, ഒരു ഭാഗത്ത് നേരെ അനുകൂലം. നിങ്ങൾ നോക്ക്, ഇവർ പറയാൻ ഒരു വലിയ അയാളെ സംബന്ധിച്ച് വലിയ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അയാൾ ദീനിന്റെ നടപടികളൊക്കെ ഉള്ള ആളാണോ എന്ന് ശ്രദ്ധിക്കണം. അയാള് ദീന് പ്രകാരം ജീവിക്കുന്നവനാണോ? ഒരൗലിയനെ പറ്റി പറയാൻ അള്ളാഹുവിനെയും അവന്റെ ഗുണത്തെയും പരമാവധി അറിയുകയും ആരാധനകളിൽ വ്യാപൃതരാവുകയും ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ് വലിയ. കേട്ടോ, ഇത് സുന്നത്തിയമായിട്ട് തന്നെ പറയാൻ സുലൈമാൻ സക്കാഫി മാണിയക്കൽ പറയാൻ. ഇതാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ കൂടുതൽ അറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനെയും അവന്റെ ഗുണത്തെയും പരമാവധി അറിയുക എന്നാ. അത് ഇന്നത്തെ ഔലിയാക്കൾക്കില്ല, ഇന്ന് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾക്കില്ല. അള്ളാഹുവിന്റെ ഗുണം എന്താ? അള്ള കാണുന്ന പോലെ ഒരാൾക്ക് കാണാൻ കഴിയോ? ഔലിയാക്കൾക്ക് കഴിയുന്ന. അപ്പൊ തന്നെ ഇസ്ലാമിന്റെ അക്കീദ പൊളിഞ്ഞു. അള്ളാഹു കാണുന്ന പോലെ കാണും, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കും, അള്ളാഹു അറിയുന്ന പോലെ അറിയും, അള്ളാഹു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കും എന്നാണ് ഔലിയാക്കളെ പറ്റി ഇന്ന് സുന്നി പണ്ഡിതന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം തൗഹീദിനെതിരാണ്, അള്ളാഹുവിനെ അറിയുന്നതിനെതിരാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ചുരുക്കം. ഇനി നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? മരിക്കുന്ന സമയത്ത് പോലും 3 കാര്യങ്ങളെ കുറിച്ചാണ് നബി ജാഗ്രത പുലർത്തിയത്. മരിക്കുന്ന സമയത്ത് ഒന്ന്, ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. ലഅനല്ലാഹു യഹൂദ വന്നസാറ, അല്ലാഹു ശപിച്ചിരിക്കുന്നു യഹൂദന്മാരെയും നസാറാക്കളെയും. എന്താ അവര്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ കബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. ഏത്? അവരുടെ കബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആര്? ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ, അമ്പിയാക്കളുടെ. അപ്പൊ അമ്പിയാക്കളുടെ കബറ് പോലും കെട്ടിപ്പൊന്തിക്കാനോ ആരാധനാ കേന്ദ്രമാക്കാനോ പാടില്ല. അത് അല്ലാഹുവിന്റെ ശാപത്തിന് കാരണമാകും എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെങ്ങനെ ഔലിയാക്കളുടെ ദർഗ കെട്ടിപ്പൊന്തിക്കുക? അമ്പിയാക്കളുടെ ദർഗയാണ് ആര് കെട്ടിപ്പൊന്തിച്ച്? ക്രിസ്ത്യാനികൾ. നമ്മളോ? ഔലിയാക്കളുടേത്. അപ്പൊ നമ്മളാണ് അവരെക്കാൾ മോശം. എന്നിട്ട് നമ്മൾ പറയാനെന്തേ? വൈരിൽ മൗദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിപിഴപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. ക്രിസ്ത്യാനികൾ വഴിപിഴച്ചാൽ എന്തുകൊണ്ടാണ്? അമ്പിയാക്കളുടെ കബറ് കെട്ടിപ്പൊന്തിച്ചിട്ടാ. നമ്മളോ? ഏതോ ചിലപ്പോ നായിയായിരിക്കാം, പന്നിയായിരിക്കാം, പൂച്ചായിരിക്കാം. കോയമ്പത്തൂര് നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഒരു റോഡ് വികസിപ്പിച്ചപ്പോ ഒരു ദർഗ പൊളിക്കേണ്ടി വന്നു. ദർഗ ആഴത്ത് കുഴിച്ചു നോക്കിയിട്ട് അതിലൊന്നുമില്ല, വെറുതെ കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിച്ചിരിക്കുക. ഒരു മനുഷ്യനെ മരിച്ചെടുക്കണ അതിന്റെ തലയോട്ടെങ്കിലും ഉണ്ടാവൂലേ? അജബുദനബെന്ന് പറയുന്ന ഭാര്യയെല്ലെങ്കിലും ഉണ്ടാവൂലേ? ഒന്നുമില്ല. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി ഇതിലൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ കെട്ടിണ്ടാക്കി. ഇന്നെങ്ങാനും ലോകത്തുള്ള ദർഗകളെങ്ങാനും കുഴിച്ചു മാന്താൻ ഒരു പെർമിഷൻ കിട്ടുകയാണെങ്കിൽ എത്ര ദർഗയില് നായയുടെ എല്ലുണ്ടാവുന്നറിയോ? ഫോസിൽ പഠനത്തിലൂടെ, കാർബൺ 14ന്റെ പഠനത്തിലൂടെ മിക്ക ഫോസിലുകളും പരിശോധിച്ചാൽ അത് മനുഷ്യന്റേത് പോലുമല്ല എന്ന് തെളിയിക്കപ്പെടും, അല്ലേ? എന്നിട്ട് പോലും ഇന്ന് ആളുകൾ അതിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. അതുകൊണ്ട് ഈ രംഗത്ത് കൃത്യമായൊരു പഠനം. റസൂലുള്ളാഹി പറയാൻ അമ്പിയാക്കളുടെ ഖബറുകളിൽ പൊട്ടിപ്പൊന്തിക്കാൻ പാടില്ല. ലോകത്തിങ്ങൾ ചിന്തിച്ചോ, മുസ്ലിങ്ങൾ എന്നെ വലിയ പോരിച്ച പറയല്ലോ, ഏറ്റവും വലിയ സ്ഥാനം അമ്പിയാക്കളുടെ. എത്ര അമ്പിയാക്കൾ ദർഗയിൽ AP സുന്നികൾ പൂജ നടത്താറുണ്ട്? നിങ്ങൾ ചിന്തിക്കുക. എത്ര അമ്പിയാക്കളുടെ ദർഗയില് ഇവര് പൂജ നടത്താറുണ്ട്, ഉറൂസ് നടത്താറുണ്ട്. ആരെങ്കിലും സമ്മതിക്കും അത്? ഏതെങ്കിലും ഒരു അമ്പിയായിന്റെ, ഏതെങ്കിലും ഒരു നബീന്റെ ദർഗയിൽ ഉറൂസ് ഉണ്ടോ? നേർച്ചുണ്ടോ? ഉള്ളാളം ദർഗ പോലെ അലങ്കരിക്കുന്നുണ്ടോ? അവിടെ മാസക്കണക്കിന് 50 ലക്ഷം 60 ലക്ഷം ആളുകൾ പങ്കെടുക്കും എന്ന പത്രവാർത്ത ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ നടത്തുന്നതാണ്, അത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസാനത്തെ നബിയായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന അതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു നബിയുടെ, അറ്റ്ലീസ്റ്റ് ഇബ്രാഹിം നബിയുടെ എങ്കിലും അല്ലേ, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ ഇബ്രാഹിം നബിയുടെ എങ്കിലും ദർഗയിൽ ഒരു പൂജ നടത്തൂലായിരുന്നോ? അത് ഇസ്ലാമിൽ ഉള്ളതാണെങ്കിൽ, അത് ഇസ്ലാമിൽ പ്രാധാന്യം അറിയിക്കുന്നതാണെങ്കിൽ, പൊന്നാര മുസ്ലിങ്ങളെ, ഇബ്രാഹിം നബിയുടെ ജാറെങ്കിലും കെട്ടിപ്പൊന്തിച്ചിട്ട് അള്ളാഹുവിനൊരു വഹി നൽകൂലായിരുന്നോ? ഇന്ന നബീന്റെ ദർഗ എന്നിടത്തുണ്ട്, അവിടെ ഉറൂസ് എടുത്തിട്ടുണ്ട്, അത് ഇസ്ലാമിൽ മൗലികാണ്, അത് ഞാൻ ഇഷ്ടപ്പെട്ടാണ്, എന്റെ റസൂലിന് അത് ബാധകാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖലീലുള്ളാന്റെ എങ്കിലും അത് ഉണ്ടാവണം എന്ന് പറയണ്ടേ? ഇല്ല. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ദർഗയെ പോലും ഒരു പൂജയല്ല. ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നബിയുടെ ദർഗയില് ആന എന്നുള്ളതുണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഖുർആനിൽ ആകെയുള്ള എന്തറിയോ, പള്ളിക്ക് നേരം ആനനെ കൊണ്ടുവന്ന അള്ള വിടൂല എന്നാള്. അള്ള അനുവദിക്കുന്നല്ല, അള്ള സമ്മതിക്കൂല. കാബാലയത്തിന് നേരെ ആനയുമായി വന്ന് പള്ളം ചെയ്തു, അതിനെ വൈക്കോൽ കൂട്ടം പോലെ ആക്കി കളഞ്ഞു. അതുകൊണ്ടാണ് തട്ടേക്കാട്, കേരളത്തിലെ ചാവക്കാട് പ്രദേശത്ത് തട്ടേക്കാട് ദർഗയില് ഇവർ ഉറൂസ് നടത്തിയപ്പോ, ചന്ദനക്കുടം നടത്തിയപ്പോ ആനക്ക് അള്ളാഹു മെസ്സേജ് ഇളകിക്കോന്ന് പറഞ്ഞ് ആന ചവിട്ടി 18 എണ്ണത്തിന്റെ കുടല് കുറച്ച് അടിച്ചു കളഞ്ഞു. അന്ന് ഈ ആനക്ക് മാറ്റി, ഈ ആനയെ അന്ന് മാറ്റി, പിറ്റേന്ന് പാഠം പഠിക്കാതെ മറ്റൊരാനെ കൊണ്ടുവന്നു, പ്രഭു എന്ന് പറഞ്ഞിട്ട്. ആ ആന പ്രഭുത്വം കാണിച്ചു. ആന വീണ്ടും മതിളകി, ചവിട്ടി ആന എല്ലാത്തിനെയും പറഞ്ഞു. റോട്ടിലൂടെ ഓടി ഒരു പിഞ്ചു പൈതൽ ആശക്കാണ് രക്ഷപ്പെട്ട്. ഇതൊക്കെ ഏത് ദീന? ഇതൊക്കെ ഇതിന്റെ പേരിൽ, ഈ വലിയകളുടെ ഔലിയാക്കളുടെ പേരിൽ നടക്കുന്ന തോന്നിയാസമാണ്, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന തോന്നിയാസമാണ് അല്ലേ? നമ്മുടെ ആളുകള് വളരെ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ വയലന്റ് ആകുന്ന കാണും. വളരെ ചെറിയ കാര്യത്തിന് ഈ വക വലിയ കാര്യങ്ങൾ ദുനിയാവിൽ ഇറങ്ങട്ടെ, അത് ആളുകൾ അറിയാതെ പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഔലിയാക്കളെ കുറിച്ച് കൃത്യമായൊരു പഠനം. നമ്മുടെ മഗ്‌രിബ് ബാങ്കിന്റെ സമയം ഏറെക്കുറെ. അപ്പൊ ഒന്നു എടുത്ത് പള്ളിയിൽ കയറിയിരിക്കാൻ നമുക്ക് സമയമാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം തുടർന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. സർവാധിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കിതിനെ പൂർത്തീകരിക്കാൻ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ ഔലിയാക്കളും യഥാർത്ഥ കറാമത്തും എന്ന വിഷയത്തിലാണ് നമ്മളോട് സംസാരിച്ചു തുടങ്ങിയത്. സത്യത്തിൽ മുജാഹിദുകളല്ലാത്ത മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തും ഇല്ല എന്ന് വാദിക്കുന്നവരാണ് നമ്മൾ എന്ന തെറ്റായ ഒരു ധാരണ. നമ്മളിൽ പലരും അങ്ങനെ മനസ്സിലാക്കി വെച്ചോ എന്നും സംശയിക്കേണ്ടതുണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത്, ഔലിയാക്കൾക്ക് കറാമത്ത്, ഇത് രണ്ടുമുള്ളതാണ്. എന്നാൽ നമുക്കിടയിലുള്ള ചർച്ച യഥാർത്ഥത്തിൽ അതല്ല. കറാമത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചർച്ച. ഒന്ന്. രണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നതുകൊണ്ട് ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതാണ് മർമ്മപ്രധാനമായ ചർച്ച. കറാമത്തുണ്ടോ അല്ലേ, അതൊരു ചർച്ചയല്ല. ചർച്ച എന്താണ്? കറാമത്തുണ്ട് എന്നതുകൊണ്ട് സഖാബിമാർ പറയുന്ന മാതിരി അത് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, ഇതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നതാണ് ചർച്ച. ആ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ നിലക്ക് പഠിക്കാൻ. ഞാൻ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സുന്നി പണ്ഡിതനാണ് പന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറയുന്നത്.